വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയ ഗെയിമിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എഗെയിൻ വന്നിരിക്കുകയാണ് ദ ബേബി ഇന്നല്ലോ ചാപ്റ്റർ 3യുടെ പാർട്ട് 2 ആയിട്ട്. അപ്പോൾ നമ്മൾ ഇത്തവണ വന്നിരിക്കുന്ന ഇതാണ് വേൾഡ്സ് കൊളൈഡ്. അപ്പോൾ നമുക്ക് ഗെയിമിലേക്ക് കടക്കാം. കഴിഞ്ഞ തവണ നമ്മളിവിടെ ഒരു സ്ഥലത്ത് വീണിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൊച്ചിറക്കം നമ്മളെ പൊക്കിയെടുത്ത് അവിടോട്ടോ ഇട്ടു. അപ്പോൾ അതോ ഗൈസ് ആകാശമൊക്കെ നല്ല ഇരുണ്ടും വീണെന്നിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ സ്ക്രീന് ഇങ്ങനെ ചരിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അത് ഫോണിൻ്റെ കുഴപ്പമില്ല, അത് ഇതിങ്ങനെയാണ്. വാട്ട് ഹാപ്പൻ, എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല ഗൈസ്. ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ ആ ബേബീനെ ഇതിലിട്ട് നമ്മൾ പൊട്ടിച്ചിരുന്നു. നമ്മൾ ആ ബേബീനെ ഇതിൽ ലോഡ് ചെയ്തിട്ട് നമ്മളിൽ വെടിവെച്ച് കളഞ്ഞിരുന്നു. അതിനുള്ള ഒരു കെനോണാണിത്. പിന്നെ നമുക്കിപ്പോൾ എന്താണ് സംഭവിക്കണമെന്ന് ഒരു പിടിയുമില്ല. നമുക്ക് എന്തായാലും അകത്തോട്ട് പോയി നോക്കാം. അകത്ത് എപ്പോൾ ആ ബേബി വരുമെന്ന് ഒരു പിടുത്തവും ഇല്ല ഗൈസ്. ഇവിടെ ഒരു എലിവേറ്റർ ഉണ്ട്, പക്ഷെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കഥ അടഞ്ഞു ഗൈസ്, കഥ അടഞ്ഞു. ഇവിടെ എന്തോ പ്രിൻ്റൊക്കെ ഉണ്ട് ഗൈസ്. അവിടെ ആയിട്ട് നമ്മൾ ആ ഗൈറോസ്ഫിയറിൻ്റെ പോലത്തെ ഒരു പൂവിൽ നിന്ന് നമ്മൾ ഇത് ഹാർവെസ്റ്റ് ചെയ്തെടുത്ത ആ ഒരു ലിജൻഡ് ഇവിടെ ഉണ്ട് ഗൈസ്. നമ്മുടെ ന്യൂട്ടൺ എന്ന് പറഞ്ഞ റോബോട്ടിൻ്റെ തലയിൽ ആ കൊച്ച് കയറിയിരിക്കുകയാണ്. അതുകൊണ്ട് ന്യൂട്ടിന് കൺട്രോളൊന്നും കിട്ടുന്നില്ല. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ട മനസ്സിലായിരിക്കും, അതൊരു കിടില റോബോട്ടാണ്. നമുക്ക് ഇതിലോട്ട് ഇടാം. എന്നിട്ട് നമുക്ക് അടുത്ത ഫോർമുല കണ്ടുപിടിക്കണം. അടുത്തത് പിങ്ക് പ്ലസ് ഏതോ ഒന്നാണ്. നമുക്ക് എല്ലാം ട്രൈ ചെയ്ത് നോക്കേണ്ടി വരും. നമുക്ക് ആദ്യം പിങ്ക് പ്ലസ് ഗ്രീൻ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. ന്യൂട്ട് ഇവിടെ വന്നിരിപ്പുണ്ട്. നമ്മൾ പിങ്കും ഗ്രീനും കൂടെ ട്രൈ ചെയ്തു. അപ്പോൾ ഒരു ബ്ലൂ കളറാണ് വരുന്നത്. ഇതെന്താണെന്ന് അറിയില്ല. നമുക്കിവിടെ നിന്ന് അൺലിമിറ്റഡ് ബോട്ടിൽസ് കിട്ടും. എന്നിട്ട് നമുക്ക് ഇതിൽ എത്ര വേണോ ബോട്ടിൽസ് എടുത്തിട്ട് നമുക്ക് ഈ കോൾഡ്രൺ ഫില്ല് ചെയ്യാൻ പറ്റും ഗൈസ്. ഇതൊരു ടൈപ്പ് സംഭവമാണ്. നമുക്കിത് ബേബിക്ക് കൊടുക്കാം ഗൈസ്. ഇത് കൊടുത്തപ്പോൾ ആ ചെറുക്കൻ ചെറുതായി. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ കൊടുക്കാം. അപ്പോൾ ചെറുക്കൻ ഇനിയും ചെറുതായിരിക്കും, പിന്നെയും ചെറുതായി. ഈ ചെറുക്കനായത് പിന്നെയും ചെറുതായി. നമുക്ക് ഈ ചെറുക്കനെടുത്ത് ഇതിൻ്റെ അകത്തോട്ട് ഇടാം. നമുക്ക് ഇടയ്ക്ക് വല്ല രസമുള്ള സംഭവങ്ങളൊക്കെ ചെയ്താൽ ഈ ചെറുക്കനെ നമുക്ക് ഒരു പടം പഠിപ്പിക്കാൻ പറ്റും. ഈ ചെറുക്കൻ നമ്മളെ വച്ച് കളിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ചെറുക്കനെ പൊക്കി. അപ്പോൾ ഇതല്ല ഇതിൻ്റെ സൊല്യൂഷൻ. അപ്പം നമുക്ക് ഈ പിങ്ക് പ്ലസ് നമുക്ക് അടുത്ത നീല ചെയ്ത് നോക്കാം. പിങ്ക് വന്നിട്ടുണ്ട്. ഒരു മഞ്ഞ കളർ സംഭവമാണ് വരുന്നത്. ഇതിലോട്ട് വരുന്നത് കഴിഞ്ഞ വീഡിയോ കുറച്ച് വലിയ വീഡിയോ ആയിരുന്നു. കാരണം 3rd ചാപ്റ്ററിലെ കുറച്ച് വലുതായിരുന്നു, കുറച്ച് പാടുമായിരുന്നു. പക്ഷെ 3rd ചാപ്റ്റർ കുഴപ്പമില്ല. 3rd ചാപ്റ്റർ ആണ് ഇതുവരെ ബേബീനെല്ലാം ഇറങ്ങിയിട്ടുള്ളത്. നമുക്കിത് കൊടുക്കാം ഗൈസ്. ബേബി കറക്റ്റ് സമയത്ത് വന്നിരുന്നു. പിന്നെ മറ്റേ ചിഹ്നവും ഉണ്ട് ഇതിൽ, ബേബിയുടെ ചിഹ്നം. ബേബി കത്താൻ തുടങ്ങി. സ്കോറിൻ്റെ റിങ്സ് കിടന്ന് കറങ്ങുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നതെന്ന് ഒന്നും അറിയത്തില്ല. സബിലൈസ് ദ ഗൈറോസ്ഫിയർ, ഫൈൻഡ് എ വേ അപ്സ്റ്റേഴ്സ്. ഈ ചെറുക്കൻ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? ഇവിടെ ഈ ഒരു സ്ഥലം കുറച്ച് ചെടികൾ കൊണ്ട് ഇത് ഇങ്ങനെ നിറഞ്ഞിരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവൻ കത്തിയ സമയത്ത് ആ ചെടികളൊക്കെ കത്തിപ്പോയി, മനസ്സിലായോ? അപ്പം നമുക്ക് ഈ ബോട്ടിലിൽ കോൾഡ്രൺ ഫില്ല് ചെയ്ത് ഇവനെ കൊടുക്കും. അപ്പോൾ ഈ ചെറുക്കൻ കത്തും. എന്നിട്ട് നമുക്ക് ഇതുകൊണ്ട് ഇതിനെ നമ്മൾ ചെയ്ത് കഴിച്ചു. നമ്മൾ ഇതുകൊണ്ട് നമുക്ക് ഈ ഡോറിനെ ബ്ലോക്കിലിരുന്ന് നമുക്ക് കത്തിച്ച് മാറ്റായിരുന്നു. നമുക്കപ്പോൾ മുകളിലോട്ടുള്ള വേ കിട്ടി. നമുക്കിനി മുകളിലോട്ട് പോകണം. മുകളിലോട്ട് ആ ചെറുക്കൻ്റെ റൂമാണ് കഴിച്ചുള്ളത്. നമുക്കിനി അങ്ങോട്ട് പോവാം. പക്ഷെ ചെറുക്കൻ വന്നു കഴിച്ചാൽ ഇത് പിന്നെ വട്ടണം. ഈ ചെറുക്കൻ പിന്നെ ഈ സംഭവങ്ങൾ വെച്ച് അടിക്കാൻ തുടങ്ങി. നമ്മൾ മറ്റേ കിച്ചണിൽ നിന്ന് മറ്റേ പെസിഫയർ എടുക്കണം, നിപ്പിൾ ടൈപ്പ് സംഭവം. അതെടുത്താലേ നമുക്കിനി ചെയ്യാൻ പറ്റത്തുള്ളൂ. കിച്ചൺ ഇവിടെ എവിടെയായിരുന്നു? കിച്ചൺ ഇവിടെയാണ്. അതൊരു പേടിപ്പിക്കുന്നതായിരുന്നു. നിങ്ങളെല്ലാം ഹെഡ്ഫോൺ വെച്ചാണ് കാണുന്നത്, എന്നാലേ അതിൻ്റെ ഫീല് നമുക്ക് കിട്ടത്തുള്ളൂ. പ്രത്യേകിച്ച് ഹൊറർ ഗെയിംസിന്. നമുക്കിപ്പോൾ പെസിഫിയർ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്.
എന്നാലേ ചെറുക്കൻ തെറിച്ചു. ചെറുക്കനെ എന്നെ ആക്കി. പക്ഷെ ഇവിടെ ഒരു ഡോറ് ഫോം ചെയ്ത് വന്നു. അപ്പം നമ്മൾ ഇതിൻ്റെ മുകളിലത്തെ ഇതിലെത്തി. ഇതിനെ നിർത്തണമെന്നാണ് തോന്നുന്നത്. പക്ഷെ ഇവിടെ ഒരു ലിവറുണ്ട്. പക്ഷെ ഇതുപോലത്തെ നോക്കുമ്പോൾ ഒരു റിങ് നിന്നു മനസ്സിലായില്ലേ? അപ്പം നമുക്ക് ഇവിടെ ഇതാക്കാം. അപ്പം അടുത്ത റിങ് പക്ഷെ ഒരു റിങ് നിന്നു. ഇതൊരു ഓർഡറിൽ നമ്മൾ ആക്കണം എന്നാണ് തോന്നുന്നത്. അപ്പം 2 നിന്നു. ഇനി ഇവിടെ ഒരെണ്ണം ഉണ്ട്. നമ്മൾ ഇതാക്കുമ്പോൾ 3 കറങ്ങുന്ന 3 നിന്നു. പക്ഷെ അപ്പം ചെറുക്കൻ വരുന്നുണ്ട്. ചെറുക്കൻ എപ്പോഴാണ് മറ്റേ മോൺസ്റ്റർ ആവുന്നതെന്ന് പറയാൻ പറ്റൂല. ചെറുക്കൻ അത് തട്ടി താഴെ ഇട്ടു. റിട്രീവ് ദി കോർ. നമുക്ക് ആ കോർ തിരിച്ചു കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. എന്നാലേ ചെറുക്കനെ നമുക്ക് തോപ്പിക്കാൻ പറ്റത്തുള്ളൂ. ചെറുക്കൻ നമുക്ക് കോറ് തരില്ല എന്ന് ഉറപ്പിച്ചിട്ടാണ് വന്നേക്കുന്നത്. മറ്റേ സാധനം വരുന്നത് ഗോഡാം. സംഭവം മഹാസീനാണ്. അതുകൊണ്ട് കഥയിൽ മുട്ടുന്നുണ്ട്. കഥ എപ്പോൾ പൊളിക്കൊന്നും പറ്റുന്നില്ല. നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ മറ്റേ ഡോർ സ്റ്റെപ്പ് ഉണ്ട്. നമുക്ക് ഇത് വെച്ചിട്ട് ഈ ബ്രേസ് ദ ഡോറിനെ നമുക്കിത് എസ്കേപ്പ് വിത്ത് ന്യൂട്ട് ഇവിടെ ഉണ്ട്. ഗെറ്റ് എ ബൂസ്റ്റപ്പ്. മനസ്സിലായി? നമുക്ക് ഈ ബൂസ്റ്റപ്പ് വെച്ച് നമ്മൾ ഈ ന്യൂട്ട് പൊക്കി അപ്പുറത്തോട്ട് അവിടോട്ട് കയറ്റിയിട്ടുണ്ട്. നമ്മളിവിടെ വന്നു. ഇനി എന്താ ചെയ്യണമെന്ന് അറിയില്ല. നമ്മൾ ഇതുവഴിയാണ് വന്നത്. നമുക്ക് ഇങ്ങോട്ട് പോകണം. താഴെ മറ്റേ ക്യാമറ ഉള്ള സ്ഥലമുണ്ട്. ഇവിടെ മറ്റേ ലൈബ്രറി ഉണ്ട്. നമ്മളങ്ങനെ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ കൂടെ ഒരു വഴി ഇടിപ്പുണ്ട്. നമുക്ക് ഇവിടെ കൂടെ പോയി നോക്കാം. നമ്മൾ പുറത്തോട്ടുള്ള വഴി കണ്ടുപിടിച്ചു. എന്നിട്ട് നമുക്ക് ആ കോറ് തിരിച്ചു കൊണ്ട് വെച്ച് അവിടെ കൊണ്ട് വെച്ചാലേ ഈ മോൺസ്റ്റർ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കാണും. നോട്ട് സേഫ് ടു പിക്കപ്പ്. ഇത് എടുക്കാൻ ഇപ്പം പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ മിസ്സിങ് പീസസ് കണ്ടുപിടിക്കണം. ഇവിടെ ഒരു പീസ് ഉണ്ട്. നമ്മളത് കോറിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു പീസും കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. താഴെയൊക്കെ കിടിലം വ്യൂ ആണ്. എന്ന് വെച്ചാൽ ഒന്നും കാണാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒരു കോറിൻ്റെ പീസും കൂടെ നമ്മൾ കണ്ടുപിടിച്ചു. ഇതും കൂടെ ഇതിലോട്ട് വയ്ക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇത് സെറ്റ് ആയിയാണ്. എന്താ പറ്റുന്നതെന്ന് അറിയില്ല. നമ്മുടെ കോർ സെറ്റായി. ഇത് മറ്റേ സാധനം പിന്നെ വന്നു. ഇതെന്താ കൂടെ വരുന്നത്? ഗൈസ്, നമുക്ക് ഇത് കൊണ്ട് പോവാം. പെട്ടെന്ന് പോകണം. ഗൈസ്, ചുമ്മാ വന്ന് കടിച്ച്. ഗൈസ്, അത് നമ്മളെ ചുമ്മാ കടിച്ച്. ഓക്കെ, മനസ്സിലായി ഗൈസ്. നമുക്ക് ഈ കോറ് നടക്കുമ്പോൾ ഭയങ്കര വെയിറ്റ് ആണ്. അപ്പം നമുക്ക് ഇതിന് ഗിവ് ഇറ്റ് ന്യൂട്ടിന് നമുക്ക് കൊടുക്കാൻ പറ്റും ഗൈസ്. അപ്പം നമുക്ക് ഇതും കൊണ്ട് ഇവിടെ കൂടെ ഓടണം. ഇവിടോട്ട് ഓടാം. നമുക്ക് ഓടി അത് അടയാണ്. നമ്മളങ്ങനെ ഒരു കിടിലം തലകുത്തിമറിയലൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ എങ്ങനെയെങ്കിലും അതിൻ്റെ അകത്ത് കയറി ന്യൂട്ടിനെ ഫോളോ ചെയ്യാനാണ് പറയുന്നത്. കോറ് ഇവിടെ കിടപ്പുണ്ട്. ന്യൂട്ട് ഈസ് എക്സോസ്റ്റഡ്. ന്യൂട്ടിന് വട്ടായെന്നാണ് തോന്നുന്നത് ഗൈസ്. അപ്പം നമ്മൾ കോറും കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നൊരു സ്ഥലം ഇങ്ങനെ തുറന്നു വന്നിട്ടുണ്ട്. നമുക്ക് ഈ കോറ് അവിടെ കൊണ്ട് വയ്ക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റേ സാധനം പിന്നെ വന്ന് ന്യൂട്ട് കഥവൊക്കെ അടിച്ച് നമ്മളെ രക്ഷിക്കാൻ നമുക്ക് പെട്ടെന്ന് ഈ കോറ് വയ്ക്കാം. എന്തോ ഡേഞ്ചറസ് സംഭവിക്കാൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. വയസ്സ് അങ്ങനെ കോറ് നമ്മൾ വെച്ചു. എല്ലാ റിങ്സിൻ്റെ കളറൊക്കെ മാറി അങ്ങ്. അത് എപ്പോൾ പൊട്ടിക്കുമെന്ന് പറയാൻ പറ്റില്ല. റിങ്സ് പിന്നെ നമ്മൾ കറങ്ങാൻ തുടങ്ങി. ഇത് നമ്മൾ തന്നെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ തന്നെ കറക്കാൻ തുടങ്ങി. ന്യൂട്ടിനെ തെറിപ്പിച്ച് ഗൈസ്. ആ സംഭവം വരുന്നു. ആ സംഭവം മറ്റേ ഇതിനെ സ്റ്റോപ്പ് ചെയ്ത് കളഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. ന്യൂട്ടിന് എന്താ പറ്റിയേ? ഈ കോറ് ഇവിടെ ഉണ്ട്. നമുക്ക് കോറ് എടുക്കാൻ പറ്റുമോ നോക്കാം. നമുക്കിപ്പോൾ കോറ് എടുക്കാൻ പറ്റത്തില്ല. ന്യൂട്ട് ഈസ് ഗോൺ. പക്ഷേ ഇത് ന്യൂട്ട് മരിച്ചു എന്നാണ് പറയുന്നത്.
പക്ഷേ ഇതൊരു സാഡ് മൂമെന്റ് ആണ്. നമ്മളെ കൂടെ ഇത്രയും നേരം ഈ റോബോട്ട് ഉണ്ടായിരുന്നു, പക്ഷേ ഇതിന് മരിച്ചുപോയി. എനിക്കൊന്നും നമുക്കിത് ശരിയാക്കാൻ പറ്റാൻ തോന്നുന്നു. പക്ഷേ ഇതെന്താ സംഭവിക്കണേ? പക്ഷെ എന്തോ പറ്റുന്നുണ്ട്. ഈ കോറ് പൊട്ടി ഒരു മഞ്ഞ കളറായി. നമുക്ക് ഈ ന്യൂട്ടിനെ ഈ ഇവിടെ ന്യൂട്ടിനെ കൊണ്ട് എസ്കേപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഈ ന്യൂട്ടിനെ ഇവിടോട്ട് ഇട്ടിട്ട് നമുക്ക് ആ സംഭവം എന്താണെന്ന് നോക്കാം. നമ്മളിതെടുത്തു. നമുക്കിത് ഇവിടെ വെക്കാൻ പറ്റും ഗൈസ്. ഇത് നമ്മൾ ഇവിടെ വെക്കാം. എന്തോ സംഭവിക്കുകയാണ് ഗൈസ്. ഇതൊക്കെ കറങ്ങുന്നുണ്ട്. എന്താണ് പറ്റുന്നതെന്ന് ഒരു പിടുത്തവും ഇല്ല. ഇത് മറ്റേ ചിഹ്നം മാതിരിയായി, മനസ്സിലായില്ലേ? ഈ ഗെയിം ഭയങ്കര ഹിറ്റാണ്. കുറെ ഗെയിമേഴ്സ് കളിച്ചിട്ടുണ്ട്. ടെക്നോ ഗെയിമേഴ്സ്, GT, മൂൺ മാസ്റ്റർ, അങ്ങനെ കുറെ പേര് ഇത് കളിച്ചിട്ടുണ്ട്. എനിക്ക് ഈ ഗെയിമേഴ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഗെയിമുകൾ എല്ലാം ട്രൈ ചെയ്തത് 1, 2, 3, 4, 5 ചെറുക്കണേ അതിൻ്റെ അതൊന്നും ഒന്നേ. പക്ഷെ എന്തോ സംഭവിക്കുകയാണ്. നിങ്ങൾക്കൊരു സീക്രട്ട് അറിയാമോ? ഇത് ആ ചെറുക്കൻ്റെ കണ്ണാണെന്നാ പറയുന്നത്. പക്ഷെ ഇത് മറ്റേ ഡോക്ടർ അയ്യേ. പക്ഷെ ഡോക്ടർ ഇവിടെ വന്ന് നമ്മൾ മറ്റേ തല കണ്ടായ ഏതൊരു എന്തായിരുന്നു പേരെന്ന് മനസ്സിലായില്ല. നോട്ട് ദിസ് ടൈം ഗൈസ്. എനിക്ക് മനസ്സിലായി ഈ ഗെയിം ഇവിടെ എൻഡ് ആയിട്ടില്ല. ഇതിൻ്റെ ഇനിയും ബാക്കി പാർട്സ് വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം താങ്ക്സ് ഫോർ പ്ലേയിങ്. അപ്പം ഈ ഒരു വീഡിയോ ഇത്രയുള്ള ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ കിടിലം ഹൊറർ ഗെയിം വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരികയായിരിക്കും. അപ്പം അതുവരെ ബൈ.